മാർ ഇവാനിയോസ് കോളേജ് ഗ്രൗണ്ടിൽ RSSന്റെ പരിശീലന ക്യാമ്പ്. പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിനെന്നും പറഞ്ഞിട്ട് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ 18-ാം തീയതി തുടങ്ങിയ ക്യാമ്പാണല്ലോ. അപ്പം ഞാൻ ഈ വാർത്ത കണ്ടപ്പോഴേ, ഇപ്പം ഇന്നലെ ഈസ്റ്റർ ആയിരുന്നല്ലോ. ഈസ്റ്ററിൽ അഹമ്മദാബാദിലെ ഓദവ് ഗ്രാമത്തിലുള്ള ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ അവരുടെ വിശ്വാസപ്രകാരം ഈസ്റ്റർ ആണല്ലോ. അപ്പോൾ അവിടെ സുവിശേഷം മറ്റുള്ള കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോകുന്നിടത്തേക്ക് VHP ബജ്റംഗ് ദളിൻ്റെ ആൾക്കാർ വന്നിട്ട് അവിടെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. നിങ്ങളാലോചിച്ച് നോക്കി, ഇവർക്ക് പരിശീലനത്തിനുള്ള ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. അല്ല, ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒന്ന് കാസ ഇവരെ സംഘപരിവാറിൻ്റെ നല്ലൊരു ബന്ധം ഓലേറ്റ് കൂടിയിരിക്കണം. പിന്നെ പണ്ടൊരു അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് റബ്ബറിൻ്റെ വില ഒന്ന് കൂട്ടിയാൽ മതി, ബാക്കി ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയ ഒരു അച്ഛനെ എപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. സംഘപരിവാര ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു അജണ്ട ഉണ്ട്. ആ അജണ്ടയിലേക്ക് അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിലേക്കാണ് ഓല് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ 2025. 1925 ടു 2025 എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ 100 വർഷം തികയുന്ന ഒരു സമയമാണ്. ഈ 100 വർഷം തികയുമ്പോൾ അവരുടെ ഒരു ഉദ്ദേശമുണ്ട്, സമ്പൂർണ്ണ ഹിന്ദുത്വ. ഹിന്ദു എന്നല്ല, ഹിന്ദുത്വ രാജ്യമാണ്. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അതിൽ ഈ ബ്രാഹ്മണിക്കൽ, ഈ മേൽജാതി കീഴ്ജാതി, തൊട്ട് തീണ്ടി കൂടായ്മ എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ സാധാരണക്കാരായ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ശരിക്കും പോലെ ബൈലം അങ്ങോട്ട് വായിച്ചാൽ അവർ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, മാർക്സിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി എഴുതിങ്ങാണ്ടുള്ളൊരു ബൈലം ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യാൻ നേരല്ല. ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണല്ലോ ഇപ്പം ഇങ്ങനെ ചർച്ച ചെയ്തും കളിയാക്കിയും അതാണ് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. ഏതായാലും അവനാൻ്റെ ആൾക്കാരടുത്ത് തന്നെ, ഇപ്പോൾ കൂട്ടുകൂടിയ ആൾക്കാരടുത്ത് തന്നെ പള്ള നിറച്ച് കിട്ടുന്നു. അല്ലാതെ ഇവിടെ വേറെ മതവിഭാഗങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ക്രൈസ്തവരുമായിട്ടോ അല്ലെങ്കിൽ ഹൈന്ദവരുമായിട്ടോ ഇവിടെ യാതൊരുവിധ പ്രശ്നവുമല്ല. പക്ഷേ രാഷ്ട്രീയത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സിസ്റ്റം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ ഒരു സിസ്റ്റത്തെ അതേപടി പുൽകിക്കൊണ്ടാണ് സംഘപരിവാര ഫാസിസം ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ RSSൻ്റെ പരിശീലനം എന്ന് പറയുമ്പോൾ എന്താ 18-ാം തീയതി തുടങ്ങിയ പരിശീലനമാണ്. ആരതിനൊക്കെ അനുമതി കൊടുക്കുന്നത്? എങ്ങനെ ഇവർക്ക് ഇതിന് അനുമതി കിട്ടുന്നത്? അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന്, പരിശീലിപ്പിക്കുന്നതിനുള്ള അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിൽ ചിലപ്പോൾ രാവിലെ അവിടുത്തെ നാട്ടുകാരായ ആളുകളൊക്കെ വന്നിട്ട് ഓടാനും ചാടാനും, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഗ്രൗണ്ട്, അവിടെ വന്നിട്ട് ഓടുകയും ചാടുകയും മറ്റു വ്യായാമങ്ങളൊക്കെ ചെയ്യും. അതല്ലാതെ 18-ാം തീയതി മുതൽ തുടങ്ങിയ വലിയൊരു ക്യാമ്പ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘപരിവാര RSSൻ്റെ ഒരു പരിശീലനം, അതും ഇങ്ങനെ ഒരു കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, അത് BJP ഭരണകൂട അല്ല. ഇവിടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഉണ്ട്. ഇവർക്ക് ആർക്കും അറിയില്ല ഇത് ആരാ അനുമതി കൊടുത്തത്, ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അനുമതി കിട്ടിയത് എന്നൊന്നും ഇവർക്ക് ആർക്കും അറിയില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെ ഭരണം ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും സംഘപരിവാരത്തിന്, അതായത് RSSന് കൃത്യമായി ഇവിടെ നല്ല സ്വാധീനമുണ്ട്. ഇവിടെ ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഞങ്ങളുടേതായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ RSSൻ്റെ പരിശീലന ക്യാമ്പ് ഈ തിരുവനന്തപുരത്തെ ഇവാനിയോസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നു എന്നുള്ള വാർത്ത. അപ്പോൾ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ കോളേജിൻ്റെ അധികൃതർ ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലോ. ആലോചിച്ച് നോക്കാം നിങ്ങൾ, എങ്ങനെ ഇപ്പോൾ കോളേജ് അധികൃതരും അല്ലെങ്കിൽ PTA കമ്മിറ്റികളും അറിയാതെ എങ്ങനെയാണ് ഒരു കോളേജിൻ്റെ മുറ്റത്ത് ഈ പറഞ്ഞതുപോലെ മൈതാനത്ത് എങ്ങനെയാണ് ഇങ്ങനെ ദിവസങ്ങൾ നീണ്ട ക്യാമ്പയിന് 18-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 21-ാം തീയതി ആയി, 2-3-4 ദിവസം ഇപ്പോൾ പിന്നിടാനായി. അങ്ങനെയുള്ളൊരു ക്യാമ്പ് എങ്ങനെ ഇവിടെ നടക്കുക? ആരോടാ അപ്പോൾ ഇതൊക്കെ പറയുന്നത്? ഏതായാലും ഇതിൽ വലിയൊരു അന്വേഷണം വരേണ്ടതുണ്ട്, അതിന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, അതിന് ഒത്താശ ചെയ്ത ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വേണം, ഇവിടെ ആര് ഭരിച്ചാലും RSS അവരുടേതായ പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇവർ ഈ പരിശീലിക്കുന്നതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെ ഒന്ന് സാമാന്യ ബുദ്ധിയോടുകൂടി ഒന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.